മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വളരെ വളരെ സന്തോഷം തോന്നുന്ന ഒരു അനുഭവ പരമ്പര ഇടയ്ക്ക് ഞാൻ എൻ്റെ പ്രഭാഷണങ്ങളിൽ പറയാറുണ്ടെങ്കിലും ഈ അടുത്ത കുറേ ദിവസങ്ങളിലായിട്ട് ആലപ്പുഴയിലും എറണാകുളത്തും കൊട്ടാരക്കര, ചെങ്ങന്നൂര് തുടങ്ങിയ ഭാഗത്തും തിരുവനന്തപുരത്തും കുറേ പ്രഭാഷണങ്ങൾ നടക്കാറുണ്ട്. അവിടെ എല്ലാം അസാധാരണമാം വിധത്തിൽ ഇപ്പോൾ യുവാക്കളെ പ്രഭാഷണം കേൾക്കാൻ വരാറുണ്ട്. ശരിക്കും സറണ്ടർ ചെയ്ത മാതിരിയാണ് അവർ മുമ്പോട്ട് വരുന്നത്. സാറേ, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് യൂട്യൂബിലെ പ്രഭാഷണം വളരെയേറെ ആവേശം തരുന്നു, ഇത്രയും കാലം നമ്മുടെ ഹിന്ദു ധർമ്മത്തെക്കുറിച്ചൊന്നും പഠിച്ചില്ലല്ലോ എന്നൊരു ദുഃഖമുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിൽ ഞാനും വൈഫും കുട്ടികളെല്ലാവരും ഈ ഒരു മഹായജ്ഞത്തിൽ ഞങ്ങൾ പങ്കെടുക്കുകയാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയും. അത് കഴിഞ്ഞിട്ട് ഈവൻ നമസ്കരിക്കാൻ പോലും അവർ മുമ്പോട്ട് വരുമ്പോൾ തടയാറുണ്ടെങ്കിലും അതിനു പോലും വിഷമമില്ലാത്ത വിധത്തിൽ ബഹുമാനവും ആദരവും തരുന്നൊരു ലെവലിലേക്ക് യുവാക്കളുടെ സമൂഹം തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതിൽ ധാരാളം ക്രിസ്ത്യാനികളും ഉണ്ട്, കുറച്ച് മുസ്ലിങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മുടെ നാടിൻ്റെ പൈതൃകം സ്വീകരിക്കണമെന്ന് വളരെ ധന്യമായ വീക്ഷണത്തോടു കൂടി തീരുമാനമെടുത്തിരിക്കുന്ന ഒരു സമൂഹത്തോട് ഞാൻ എല്ലായ്പ്പോഴും മാരാരിക്കുളത്ത് നടന്ന പരിപാടിയിലാണെങ്കിലും കാവുങ്കൽ നടന്ന പരിപാടിയിലാണെങ്കിലും ഒരേ ദിവസം തന്നെ ആലപ്പുഴയിൽ നടന്ന പരിപാടികളിലാണെങ്കിലും അവരോട് എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങൾക്ക് സാധിക്കുന്നത് ഒന്നാണ്. കഴിഞ്ഞ തലമുറ നമ്മളെ ഏൽപ്പിച്ച ഈ നാടിൻ്റെ പൈതൃകം അത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ ഇനിയൊരവതാരം ഭാരതത്തിലുണ്ടാവില്ല. 10 അവതാരങ്ങളും വന്നു കഴിഞ്ഞു എന്നങ്ങോട് വിചാരിച്ചോളുക. അപ്പൊ ഈ കഴിഞ്ഞ തലമുറ വരെ സംരക്ഷിച്ച് ഈ 950 വർഷം വിദേശ അടിമത്വത്തിൽ അനുഭവിക്കാവുന്ന സർവവേദനയും അനുഭവിച്ച് നരകയാതന അനുഭവിച്ച് ഈ പൈതൃകം കഴിഞ്ഞ തലമുറ നമ്മളെ ഏൽപ്പിച്ചു. അത് ഗ്രന്ഥത്തിലൂടെയും ആചാരങ്ങളിലൂടെയും വിചാരങ്ങളിലൂടെയും വിശ്വാസങ്ങളിലൂടെയും ഇന്നും കേരളത്തിലെ ഭാരതത്തിൽ നിലനിൽക്കുന്നു. കർക്കിടക മാസത്തിലെ രാമായണ വായന, അതേപോലെ കർക്കിടക മാസത്തിലെ കർത്തവാവിൻ്റെ അന്നുള്ള ഈ പിതൃകർമ്മം, അതുപോലെ നമ്മുടെ വിനായക ചതുർത്ഥി, അതൊന്നും പണ്ട് ഉണ്ടായിരുന്നില്ല. ദീപാവലി നല്ല രീതിയിൽ ആഘോഷിക്കാം, വിജയദശമിയുടെ ആഘോഷം, നമ്മുടെ വിഷുവിൻ്റെ ആഘോഷം, നമ്മുടെ ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠാദിനം, ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങൾ, ക്ഷേത്രങ്ങളിൽ കുറെ കൂടി പ്രഭാഷണം വേണമെന്നൊരു തോന്നല്, ക്ഷേത്രങ്ങളിൽ നിന്ന് സോ കോൾഡ് കഥാപ്രസംഗവും ബാലയും മിമിക്സ് പരേഡും വികൃതമായിട്ടുള്ള ഡാൻസുകളും എല്ലാം മാറി ഭക്തിഗാനമേള, കുറെയെല്ലാം ക്ഷേത്രാന്തരീക്ഷത്തിന് ചേരുന്ന വിധത്തിലുള്ളത് മാത്രം ആക്കിക്കൊണ്ട് ഒരു മാറ്റം നമുക്ക് എല്ലായിടത്തും കാണാം. ഇതിൻ്റെ മുഴുവനും ഉത്തരവാദിത്വം വഹിക്കുന്നത് യുവാക്കളാണ് താനും. അപ്പം ആ യുവാക്കള് ഇത്രയും ഗംഭീരമായിട്ട് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. അതേ യുവാക്കൾ തന്നെ പറയാറുണ്ട്, ഞങ്ങൾക്ക് ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, മെസ്സഞ്ചർ ഗ്രൂപ്പുണ്ട്, ഞങ്ങൾ കുറേ അധികം വ്യക്തികളെ ഇതെല്ലാം അറിയിക്കുന്നു. നല്ല പ്രതികരണമാണ്. ഒരേ പ്രഭാഷണം 97 ലക്ഷം പേര് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇങ്ങനെ കഴിഞ്ഞ തലമുറ നമ്മളെ ഏൽപ്പിച്ചത് ഭഗവത്ഗീതയില് ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേണ യോഗിനാം എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. 2 തരത്തിലുള്ള ജോലിയാ. ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്താമയാനക. അല്ലയോ അർജുന, ഈ ലോകത്തിൽ 2 തരത്തിലുള്ള വർക്ക് ചെയ്യാനുള്ളവരാണ്. ദ്വിവിധാ നിഷ്ഠ, 2 തരത്തിലുള്ള കർമ്മം ചെയ്യാൻ പറ്റുന്നവരുണ്ട്. ജ്ഞാനയോഗേണ സാഖ്യാനാം, അറിവ് നേടി അറിവ് കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു വിഭാഗം ജനത, അറിവ് നേടി അറിവ് കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു വിഭാഗം ജനത, കുറച്ചുപേരേ ഉണ്ടാവുള്ളൂ. മറ്റേത് കർമ്മയോഗേണ യോഗിന, കർമ്മം ചെയ്തുകൊണ്ട് നിരന്തരം പ്രവർത്തിക്കുക. ഒരു അമ്പലത്തിൽ ഒരാൾ പ്രഭാഷണത്തിന് വന്നു കഴിഞ്ഞാൽ പ്രഭാഷണം കൊടുക്കുന്നവര് ചിലപ്പോൾ അമ്പലത്തിൽ 3, 4, 5 പേരേ ഉണ്ടാവുള്ളൂ, പഠിപ്പിക്കുന്നവര്. ബാക്കി മുഴുവനും ആ അമ്പലത്തിലെ കാര്യങ്ങളും വികസനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന കർമ്മയോഗികളായിരിക്കും. കർമ്മയോഗികളാവാൻ വലിയ വിഷമമില്ല. ജ്ഞാനയോഗികളാവാൻ ചിലപ്പോൾ
ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. കാരണം പലതരത്തിലുള്ള ചോദ്യങ്ങൾ വരും, പലതരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യണം, പലതരത്തിലുള്ള കാര്യങ്ങൾ അറിയണം. പലതരത്തിലുള്ളത് അറിഞ്ഞാൽ മാത്രം പോരാ, ഉൾക്കൊണ്ടുകൊണ്ട് വിവരിക്കാൻ സാധിക്കണം. അത് മുമ്പിലുള്ള സദസ്സിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടും ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടും വിവരിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലേ അറിവ് നേടിയ അറിവ് കൊടുക്കാൻ സാധിക്കുള്ളൂ. പണ്ട് അറിവ് നേടിയ അറിവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോ അറിവ് നേടി അറിവ് കൊടുക്കാൻ സാധിക്കുന്ന വ്യക്തികളുടെ സ്പീച്ചസ് മുഴുവനും CD-കളിലായിട്ടും പെൻഡ്രൈവുകളിലായിട്ടും യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം ഉണ്ട്. ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ അവരെ പഠിപ്പിക്കാൻ നിൽക്കേണ്ട. ഒരു CD കൊടുത്തിട്ട് അതിന് കോപ്പിറൈറ്റ് ഇല്ല, അത്രയും അധികം കോപ്പി എടുത്ത് എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞാൽ ഏത് സൗദി അറേബ്യയിലും ഇരുന്ന് നമുക്കത് കേട്ടൂടെ? നമുക്ക് ഫേസ്ബുക്ക് കാണാനുള്ള പെർമിഷൻ ഉണ്ടല്ലോ, യൂട്യൂബ് കാണാനുള്ള പെർമിഷൻ ഉണ്ടല്ലോ. അപ്പം അതെല്ലാം കണ്ട് നമുക്ക് പഠിക്കാൻ പലപ്പോഴും ഇപ്പോൾ ഈ ഒരു 2-3 ആഴ്ചയായിട്ട് ധാരാളം വ്യക്തികൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന്, ഇന്നലെ ബാംഗ്ലൂരിൽ നിന്നൊരു പയ്യൻ വിളിച്ചിരുന്നു. രാത്രി മുഴുവനും ഇരുന്ന് യൂട്യൂബിൽ IIT മദ്രാസിൽ കൊടുത്തിരിക്കുന്ന സ്പീച്ച് അതിലുള്ള സംസ്കൃത വരികൾ എഴുതിയെടുത്ത് പഠിച്ച് ഈ സെന്റ് വിൻസെന്റ് കോളേജാണ്, സെന്റ് വിൻസെന്റ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. സെന്റ് വിൻസെന്റ് കോളേജ് ബാംഗ്ലൂരിൽ ഇന്ത്യൻ സയന്റിഫിക് ഹെറിറ്റേജിനെ കുറിച്ചൊരു ക്ലാസ് എടുത്തു. ആ ക്ലാസ് എടുക്കാൻ വേണ്ടി പഠിച്ചത് മുഴുവനും IIT ചെന്നൈയിൽ ഞാൻ കൊടുത്ത ലെക്ചറിൽ സംസ്കൃത വരികളാണ്. ആ ഒരു ലെക്ചർ ഇയാൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാളും അവിടുത്തെ അധ്യാപകരും അവിടുത്തെ വിദ്യാർത്ഥികളും ഇയാളെ ഹീറോ ആക്കി മാറ്റിയത്. ഒരു രാത്രി കൊണ്ട് പഠിച്ചത് അടുത്ത ദിവസം കോളേജിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൊടുത്തപ്പോഴത്തേക്കും ക്രിസ്ത്യാനികൾ നടത്തുന്ന കോളേജിലെ അഥവാ സ്കൂളിലെ അധ്യാപകർക്കും പ്രിൻസിപ്പാൾമാർക്കും വിദ്യാർത്ഥികൾക്കും ഉണ്ടായ അഭിമാനാർഹമായിട്ടുള്ള പ്രതികരണം. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നവർ അങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഞാൻ ആ പയ്യൻ എന്നെ വിളിച്ചപ്പോൾ, ആ പയ്യൻ എന്നെയല്ല വിളിച്ചത്, ഞാൻ അയാളെയാണ് വിളിച്ചത്. ഞാൻ അയാളെ വിളിച്ച് അഭിനന്ദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, സാറിൻ്റെ സ്പീച്ചിൻ്റെ ലിങ്ക് മുഴുവനും ഞാൻ ആ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുകയുണ്ടായി. അവരെല്ലാം കാണുന്നുണ്ട്, അവരെല്ലാം പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. എല്ലാവരെയും പഠിപ്പിക്കാൻ നിൽക്കണ്ട, എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കാൻ നിൽക്കണ്ട. ലിങ്ക് കൊടുത്താൽ പോലും കൊടുക്കാൻ അവർ സ്വീകരിക്കുന്ന ലെവലിലേക്ക് വാട്സപ്പിലൂടെ ലിങ്ക് കൊടുക്കാൻ സാധിക്കും, ഫേസ്ബുക്കിലൂടെ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ സാധിക്കും. ഇങ്ങനെ ശരിക്ക് നമ്മുടെ പൈതൃകത്തിനെ ഉത്തേജിപ്പിക്കുന്ന ചൈതന്യവത്താക്കുന്ന കർമ്മം ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം കൂടുമ്പോൾ ഈ യൂട്യൂബ് കാണുന്ന എല്ലാ യുവാക്കളോടും എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇതിനൊന്നിലുമില്ല, മാറി നിൽക്കുകയാണെന്ന് പറഞ്ഞ് മാറി നിൽക്കല്ലേ. നിങ്ങളും കർമ്മനിരതരാവുക. സാധിക്കുന്നിടത്തോളം നിങ്ങൾ ചെയ്യുക. ഇഷ്ടമില്ലാത്ത വിഷയം ഉണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്യുക. ഇഷ്ടമുള്ളത് എടുത്തുകൊണ്ട് പ്രവർത്തനോന്മുഖമാവാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.